ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഈ അറ്റംപ്റ്റിലെ സെപ്റ്റംബർ അറ്റംപ്റ്റിലുള്ള ഓഡിറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് നോക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇന്ന് കാണാം, അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേ ദിവസം കാണാം, അല്ലെങ്കിൽ 2 ദിവസം മുന്നേ എപ്പോൾ സൗകര്യമുള്ള അതിപ്പം പോയി കണ്ടോ. കുറേ ആയിട്ട് നിങ്ങൾ അഗെയിൻ ചോദിക്കായിരുന്നു ഈ ഒരു അറ്റംപ്റ്റിലെ ഓഡിറ്റിൻ്റെ വീഡിയോ. സോ ഓഡിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ട ഏരിയാസ് ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അഗെയിൻ ഡിസ്ക്ലൈമർ എപ്പോൾ ഇടുന്ന പോലെ പറയാണ്, ഇത് മാത്രം നോക്കാനല്ല പറയുന്നത്. ഇത് നോക്കാതെ നിങ്ങൾ പോകരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് ആണ് നോട്ട് ടു സ്കിപ്പ് ഇൻ സെപ്റ്റംബർ അറ്റംപ്റ്റ് ഫോർ ഓഡിറ്റ്. ഓക്കെ, സോ സ്റ്റാർട്ടിങ് ഓഫ് ഇന്ന് നമ്മൾ ഓക്കെ ലെറ്റ് മീ സ്റ്റാർട്ട് ഓഫ് വിത്ത് ദിസ്. യാ, ഇവിടെ ആദ്യം എനിക്ക് പറഞ്ഞിട്ടുള്ളത്, എടാ ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഏരിയാസ് ഫോർ ദിസ് അറ്റംപ്റ്റ് നോക്കിക്കോ. ഈ ഏരിയയിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങൾ ഈ എക്സാം വന്നതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്തോ. എസ് എ 300, 315 ഞാൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ അറ്റംപ്റ്റിൽ. 500 അതുപോലെ തന്നെ ഹൈലി എക്സ്പെക്റ്റഡ് ആണ്. 230 കഴിഞ്ഞ അറ്റംപ്റ്റ് ചോദിച്ചേ ഇല്ല, അതൊരു ചാപ്റ്റർ തന്നെയാണ്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കിക്കോ. എത്തിക്സ് ലൈൻ ബൈ ലൈൻ വായിച്ചോ, ടെക്സ്റ്റ് ബുക്ക് എടുത്തോ, ലൈൻ ബൈ ലൈൻ വായിച്ചോ. എത്തിക്സിൽ നിങ്ങൾക്ക് എന്തോ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. എൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് കേരള ഔട്ടിലാണെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് ഫുള്ള് നോക്കിക്കോ. ഓട്ടോമേറ്റ് എൻവയോൺമെൻറ്റ് ഈ അറ്റംപ്റ്റിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും, അതും ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നോക്കിക്കോ. ഇല്ലാണ്ട് ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ ഞാൻ ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് എസ് എ 530 സാമ്പിളിങ്ങിൻ്റെ അകത്ത് ഞാൻ എന്താ നോക്കേണ്ടതെന്നെല്ലാം പറഞ്ഞാൽ, ലൈക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിങ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ്, അല്ലെങ്കിൽ അവസാനം ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു അനോമലി ഒക്കെ വരുന്ന ഐറ്റംസൊക്കെ നന്നായിട്ട് നോക്കുക. 320 മെറ്റീരിയാലിറ്റി, പെർഫോമൻസ് മെറ്റീരിയാലിറ്റി, ബെഞ്ച് മാർക്ക് ആണെന്ന് നോക്കിക്കോ. 520 അവസാനം ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ്, ടെക്നിക്സ് ഏതെങ്കിലും ഒന്നായിരിക്കും വരുന്നുണ്ടാവുക. 550 അകത്ത് പിന്നെ നിങ്ങൾ ഓണർ മാനേജർ എന്ന് പറയുന്ന ഒരു ഏരിയ, അതുപോലെ തന്നെ ഐ വുഡ് സജസ്റ്റ് പിന്നെ ലാസ്റ്റ് ഒരു സെഗ്മെന്റ് ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് എങ്ങനെയാണ് നിങ്ങൾ ഒരു റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കേണ്ട ഏരിയ. സോ ഈ ഒരു ഏരിയ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇത് എന്തായാലും നോക്കണം. ഐ എം ടെല്ലിങ് യു, സ്ട്രെസ്സിങ് യു, ഇതെന്തായാലും നോക്കിക്കോ. ഈ ഏരിയാസ് നിന്ന് ക്വസ്റ്റ്യൻ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട് ഫോർ സെപ്റ്റംബർ. നന്നായിട്ട് നോക്കിക്കോ. എത്രത്തോളം നിങ്ങൾക്ക് ഡീപ്പറായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് അങ്ങനെ പറ്റുമോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാൻ പറ്റുമോ, ക്വസ്റ്റ്യൻ ബാങ്ക് അതിൽ ചെയ്യാൻ പറ്റുമോ, ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ, എന്ത് വേണം ചെയ്തോടെ. ഈ ഏരിയാസ് നന്നായിട്ട് നോക്കിക്കോ. ഇത് നോക്കാണ്ട് എക്സാം ഹോളിൽ പോകണ്ട. ഈ സ്ലൈഡ് കാണുന്ന എസ്സേസ് ഏരിയാസ് നോക്കാണ്ടാണ് എക്സാം ഹോളിൽ പോകുന്നതെങ്കിൽ വേറെ പോയി കയറും. ആ ലോഗോ ഒന്നും കൂടെ പോയി കണ്ടോ. ആ ലോഗോ കാണാത്തവരുണ്ട്, കണ്ടോ, നല്ല പടമാണ്. ഇപ്പം നിങ്ങൾ കണ്ട ഇത് കഴിയട്ടെ, പരീക്ഷ കഴിയട്ടെ. നെക്സ്റ്റ് 510, 550 ഓൾറെഡി പറഞ്ഞാണ്. 450, 560 കാരോ. അതുപോലെ തന്നെ സ്പെഷ്യൽ നോട്ടിൻ്റെ അകത്ത് ഗവൺമെൻറ് കമ്പനിയും കോർപ്പറേറ്റ് സൊസൈറ്റി. അത് കൂടാതെ ഞാൻ അഡീഷണലി പറയുകയാണെങ്കിൽ ഞാൻ അത് ഇട്ടിട്ടുണ്ട് ചാപ്റ്റർ വൈസിൽ, NGO, ലോക്കൽ ബോഡി, അത്രയും നോക്കണം ട്ടാ. ഓക്കെ, സോ 510 നോക്കിക്കോ. പ്രൊസീജിയേഴ്സ് ചിലപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏരിയ ഉണ്ട്, ലാസ്റ്റ് അതായിരിക്കും വരിക. 450 ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് നോക്കിക്കോ. അവസാനം ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗം ശ്രദ്ധിക്കുക. 516 അകത്ത് ആ 3 സിറ്റുവേഷൻ ഉണ്ടല്ലോ, ബാലൻസ് ഷീറ്റിന് ശേഷം, സൈൻ ചെയ്യുന്നതിൻ്റെ മുന്നേ, എലോ ചെയ്തതിനു ശേഷം, ആ 3 ഫുള്ളും പഠിക്കൽ ലക്ഷ്യമുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ 560 നന്നായിട്ട് നോക്കുക ട്ടാ. പിന്നെ ഗവൺമെൻറ് കമ്പനി, കോർപ്പറേറ്റ് സൊസൈറ്റി നന്നായിട്ട് നോക്കുക. ഇനി നമ്മൾ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അഗെയിൻ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പറഞ്ഞിട്ട് ഇനി എങ്ങാനും ഈ ഏരിയ നിന്നായിട്ട് വന്നിട്ട് സാറേ ഇത് വന്നല്ലെന്ന് പറഞ്ഞ് പിന്നെ വരണ്ട. എന്നാലും 501, 505, 580, 299, 710, 701, 210 ലാസ്റ്റ് പ്രയോറിറ്റി കൊടുത്താൽ മതി. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സമയമുണ്ടേ പോയി നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ നോക്കണ്ട എന്ന് പറയാൻ എൻ്റെ വിനയം എന്നെ അനുവദിക്കുന്നില്ല. നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ലാസ്റ്റ് നോക്കിയാൽ മതി അവിടെ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 1 സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, റീസണബിൾ അഷുറൻസ്, ലിമിറ്റഡ് അഷുറൻസ്, വൈ സ്റ്റാൻഡേർഡ്സ് ആർ നീഡഡ്. ഈ ഒരു ഏരിയ എന്തായാലും നോക്കാം. എത്തിക്സിൻ്റെ അകത്ത്, ഓഡിറ്റ് സ്ട്രാറ്റജിൻ്റെ അകത്ത് പ്രിലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ എത്തിക്സിൻ്റെ ഭാഗം ചോദിക്കുന്ന ഒരു ഗഡ് ഫീലിംഗ് ഉണ്ട്, അതിന് അണ്ടർന്ന് ക്വസ്റ്റ്യൻസ് വരാം. ബെനിഫിറ്റ്സ് ഓഫ് പ്ലാനിങ്ങും ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ കൺസ്ട്രക്ഷനും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കിക്കോ. ഫുള്ള് നോക്കാൻ പറഞ്ഞ ചാപ്റ്ററാണ്. നമ്മളെ ഈ യൂട്യൂബ് ചാനലിനകത്ത് ഫുൾ ഇതിൻ്റെ വീഡിയോ ഉണ്ട്. അതുപോലെ 1.5 ഫുള്ളും കണ്ടിരുന്നാലും നിങ്ങൾക്ക് യൂസ് ആയിരിക്കും. നന്നായിട്ട് പഠിച്ചോ. ഓക്കെ, നെക്സ്റ്റ് ഈ ചാപ്റ്റർ മക്കളെ ഇപ്രാവശ്യം നന്നായിട്ട് നോക്കിക്കോളെ. ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാനുള്ള പല പരിപാടികളും പലർക്കും ഉള്ളതായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ട്. എടാ ഇത് സ്കിപ്പ് ചെയ്യാൻ നിൽക്കണ്ട, 315 നോക്കിക്കോ ഉണ്ടാവും, 315 നോക്കിക്കോ ഉണ്ടാവും, 315 നോക്കിക്കോ ഉണ്ടാവും. ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, 315 നോക്കിക്കോ ഉണ്ടാവും, 315 നോക്കിക്കോ ഉണ്ടാവും. ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഹറന്റ് റിസ്ക്, കൺട്രോൾ റിസ്ക്, ഡിസിഷൻ റിസ്ക് ഏതെങ്കിലും ഒന്ന് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തല്ല ഔട്ട് റിസ്ക് എന്ന് വരാൻ ചാൻസ് ഉണ്ട്. അണ്ടർസ്റ്റാൻഡിങ് എനർജി ആൻഡ് എൻവയോൺമെന്റ് 2 ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ കവർ ചെയ്യുന്നുണ്ട്, നോക്കിക്കോ. ഇവാലുവേഷൻ ഓഫ് ഇന്റേണൽ കൺട്രോൾസ് നോക്കിക്കോ. പിന്നെ എക്സിസ്റ്റൻസ് ഓഫ് സാറ്റിസ്ഫാക്ടറി കൺട്രോൾ എൻവയോൺമെന്റ് ഈസ് നോട്ട് അബ്സല്യൂട്ട് ഡിറ്ററന്റ് ടു ഫ്രോഡ്. അത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയി കൊടുത്തിട്ട് ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഭാഗമുണ്ട്, ഒരു 1/2 പേജ് ഉണ്ട്, നന്നായിട്ട് പഠിച്ചോ. പിന്നെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജർ എങ്ങനെ നോക്കുന്നു, 330 ആണ്. ഓട്ടോമേറ്റ് എൻവയോൺമെന്റ് എന്ന് വരും. മെറ്റീരിയാലിറ്റി, ബെഞ്ച് മാർക്ക് 320, 315, 330 സെപ്റ്റംബർ അറ്റംപ്റ്റിലേക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് നോക്കിക്കോ. നോക്കാത്തവരുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളെ ക്വസ്റ്റ്യൻ ബാങ്കിന്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എങ്കിലും ചെയ്തു വെച്ചോ. ഓഡിറ്റ് എവിഡൻസിനകത്ത് ഞാൻ കുറച്ച് സെലക്റ്റീവ് ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം ഇത് നോക്കിക്കോ, 500
ഫുള്ള് നോക്കിക്കോ. 510 നോക്കിക്കോ, 520 നോക്കിക്കോ, പിന്നെ 530 നോക്കിക്കോ, 550 നോക്കിക്കോ. അപ്പോൾ ഇതല്ലാത്ത മറ്റ് കുറച്ച് അവിടെ ബാക്കിയുണ്ട്. അത് തൽക്കാലം ഇത് നോക്കി കഴിഞ്ഞ ശേഷം നോക്കിയാൽ മതി. എനിക്ക് നോക്കണമെന്നൊന്നും പറയുന്നില്ലേ. ആ, 5ൽ പ്രോപ്പർട്ടി പ്ലാൻ എക്യുപ്മെന്റ് ഷെയർ ക്യാപിറ്റൽ ഡിസ്ക്ലോഷേഴ്സ് ഏരിയാസ് കുറച്ച് ഫോക്കസ് ചെയ്യുക. പിന്നെ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ RTP കഴിഞ്ഞ 3 വർഷത്തെ RTP എടുക്കുക. ആ RTPയിൽ വന്ന ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി. ഓക്കെ. നെക്സ്റ്റ് ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ ഫുള്ളും പഠിച്ചോ. നമ്മൾ ഈ ചാനലിൽ തന്നെ കംപ്ലീറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഐ തിങ്ക് 20 മിനിറ്റ്സ് സംതിങ് 1.25 ഇട്ട് ഫുള്ളും കണ്ടോ. ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ്. അത് ഫുള്ള് നോക്കിക്കോ, ഫുള്ള് ക്വസ്റ്റ്യൻസ് നോക്കിക്കോ. ഓക്കെ. 7ൽ ആദ്യം 216, 265 ഫുള്ളും പഠിക്കുക, 450 ഫുള്ളും പഠിക്കുക, 516 സിറ്റുവേഷൻസ് പഠിക്കുക, 570, 580 ലാസ്റ്റ് പ്രയോറിറ്റി. ഇതിൽ 710 കാരോ ഇപ്രാവശ്യം നല്ലോണം ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നന്നായിട്ട് നോക്കിക്കോ. ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ ഒരു 9D ഉണ്ട്. ഇൻവെൻട്രി, പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെന്റ് ഏതെങ്കിലും ഒക്കെ ആയിട്ട് വരും. കാരോ നന്നായിട്ട് പഠിച്ചോളൂ. 600 പ്രിൻസിപ്പൽ ഓഡിറ്റർ ആ ഒരു ഏരിയയും ചാൻസ് ഉണ്ട്. 705ഉം 701ഉം 710 ഒക്കെ നോക്കിക്കോ, അത്രേ ഞാൻ പറയാനുള്ളൂ. ഇത് മൂന്നും കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം അടുത്തിലേക്ക് പോയാൽ മതിയായിരിക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് സ്പെഷ്യൽ ഓഡിറ്റിൻ്റെ അകത്ത് ഗവൺമെൻറ് കമ്പനി, NGO, ഹോസ്പിറ്റൽസ്, ലോക്കൽ ബോഡീസ്. ഇത് എന്തായാലും കംപ്ലീറ്റ് ആക്കുക ആദ്യം, അതിനുശേഷം മാത്രം അടുത്തിലേക്ക് പോകാം. ബാങ്ക് ഓഡിറ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഫുള്ളും പഠിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. അഡ്വാൻസസ് എന്ന് പറയുന്ന ഏരിയ നന്നായിട്ട് പഠിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. മോഡ്ഗേജ്, പ്ലഡ്ജ്, ഹൈപ്പോത്തിക്കേഷൻ, അസൈൻമെന്റ്, ലീൻ സെറ്റ് ഓഫ് ആ ഒരു സെഗ്മെന്റ് ഇല്ലേ, ചോദിച്ചേക്കാം. ഇറോഷൻ ഓഫ് സെക്യൂരിറ്റി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ ആക്ടുകളാണ് ബാധകമാകുക എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനീഷ്യൽ കൺസിഡറേഷൻ മറ്റേ ആദ്യ ഒരു ഏരിയ ഉണ്ട്. അതിൽ പക്ഷേങ്കിൽ സ്ട്രെസ് ടെസ്റ്റിംഗ് ഒക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. സ്റ്റിൽ റീഡ് ചെയ്തോ, കുറച്ചായിട്ട് ചോദിച്ചിട്ടില്ല. ലോങ് പെൻഡിങ് ആയിട്ട് ടെസ്റ്റഡ് ആണ്. അഗ്രികൾച്ചർ അഡ്വാൻസും കൺസോർഷ്യം നന്നായിട്ട് നോക്കിക്കോ. ഈവൺ അവിടെ ഒരു പ്രോബ്ലം ഇല്ലേ, നമ്മളെ ഔട്ട് ഓഫ് ഓർഡർ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഓർഡർ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഇല്ലേ, അതൊക്കെ നന്നായിട്ടൊന്ന് നോക്കുക. പിന്നെ പിന്നെ എന്താ പറയുക, കൺസോർഷ്യത്തിൻ്റെ ഒരു എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഏരിയ നന്നായിട്ട് നോക്കുക. പിന്നെ ടെസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അകത്ത് ഒരു പ്രോബ്ലം കിടപ്പുണ്ട്. ആ ഒരു നെറ്റ് അസെറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പിന്നെ ഒരു ഏരിയ ഉണ്ട്. മൊത്തത്തിൽ ബാങ്ക് ഓഡിറ്റ് ഞാനിപ്പം പറയാറ്, ബാങ്കും സ്പെഷ്യൽ ഓഡിറ്റും കൂടെ ഒരു 15 മാർക്കാണ്. അതിൽ എപ്പോഴും 9 മാർക്ക് 10 മാർക്ക് ബാങ്ക് ഓഡിറ്റും ഉണ്ടാവും. അതുകൊണ്ട് ബാങ്ക് ഓഡിറ്റ് ലൈൻ ബൈ ലൈൻ ഫുള്ളും പഠിച്ചോ. അതിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല. നന്നായിട്ട് പഠിച്ചോട്ടാ. അടുത്തത് എത്തിക്സ്. ഈ ചാപ്റ്ററിലെ എത്തിക്സ് ലൈൻ ബൈ ലൈന് പഠിച്ചോ. എക്സ്പെക്ടിങ് എ ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ഇൻഡിപെൻഡൻസ് ഇൻ മൈൻഡ്, ഇൻഡിപെൻഡൻസ് അപ്പിയറൻസ്, അതുപോലെ ത്രെഡ്സ് ടു ഇൻഡിപെൻഡൻസ്, സേഫ് ഗാർഡ് ഓഫ് ഇൻഡിപെൻഡൻസ്, പ്രൊഫഷണൽ സ്കെപ്റ്റിസം. എത്തിക്സ് ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടില്ലെങ്കിൽ എനിക്ക് മോശമാണ്. അത്രത്തോളം ഞാൻ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയ സെഗ്മെൻറ്റ്സ്. ഈ ഇമ്പോർട്ടൻ്റ് ആയ സെഗ്മെൻറ്റ്സ് പറയുമ്പോൾ നമുക്കധികം സമയവും കാര്യങ്ങളും എടുത്തിട്ടില്ല. ഈ ഏരിയാസ് നിങ്ങൾ നന്നായിട്ട് നോക്കുക. ആൻഡ് ഐ വുഡ് സേ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു സെഗ്മെൻ്റാണ്. അഗെയിൻ ഈ ഒരു രണ്ട് ഏരിയ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഏരിയാസ് ഒന്ന് ഫോക്കസ് ചെയ്തോ. എടാ മാക്സിമം എഫേർട്ട് കൊടുക്കുക, ഒരു 100% എഫേർട്ട് കൊടുക്കുക. അപ്പം നമുക്കൊരു 60% റിട്ടേൺ കിട്ടും. അപ്പോൾ നമുക്ക് എക്സംഷൻ കിട്ടും. പിന്നെ എഫേർട്ട് ഇടാത്തതിൻ്റെ പേരിൽ പിന്നീട് റിഗ്രറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും നിൽക്കല്ലേ. മാക്സിമം എഫേർട്ട് ഇടാം, മാക്സിമം എഫേർട്ട് ഇട്ടോ. എന്നിട്ട് നമുക്ക് കിട്ടിയില്ലേ പുല്ല് പോട്ടെ, നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഇല്ല, നമ്മൾ എഫേർട്ട് ഇടാതെ അയ്യോ അത് കിട്ടുമോ ഇല്ലയോ ടെൻഷൻ അടിച്ച് ഇരിക്കേണ്ട സമയമല്ല ഇത്. ഈ അറ്റ്ലീസ്റ്റ് ഇപ്പം ഞാൻ ഇപ്പോൾ വീഡിയോ കിട്ടുന്നിട്ടുണ്ട്. ഈ ഏരിയാസ് എങ്കിലും നിങ്ങൾ ഫുള്ളും നോക്കുക, നിങ്ങൾ 100% കൊടുക്കുക. ഇത് അച്ചീവ് ചെയ്യുക. നിങ്ങൾ CA ഫൈനൽ പഠിക്കാൻ പറ്റുമോ എന്നുള്ള ലെവലിൽ CA ഫൈനലിലേക്ക് പഠിക്കണം, ആർട്ടിക്സിനും പോകണം എന്നുള്ള മൈൻഡ് സെറ്റിൽ നിങ്ങൾ പഠിക്കുക. ഇല്ലാതെ ഇതൊക്കെ തിയറി അല്ല, ഇതൊക്കെ എങ്ങനെ തീരും, ഇങ്ങനെ നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഒക്കെ മാറ്റി വെച്ചോ. എടാ നന്നായിട്ട് പഠിച്ച് അങ്ങോട്ട് പാസ്സായി കഴിഞ്ഞാൽ അടുത്ത പരിപാടി നോക്കാം. ഇല്ലാതെ ഇവിടെ സ്റ്റക്കായി പോകും. അപ്പോൾ ഇനി ഇതുവരെ നോക്കാത്തവരുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയം അങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇല്ലേ നിങ്ങൾ പിന്നീട് റിഗ്രറ്റ് ചെയ്യും. റിഗ്രറ്റ് അടിക്കാൻ നിൽക്കല്ലേ. അടിപൊളിയായിട്ട് പഠിക്ക്. ഓൾ ദ വെരി ബെസ്റ്റ്. ഈ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഒന്ന് നന്നായിട്ട് നോക്ക്. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി പരിപാടികൾ നോക്കുക. ഞാനിപ്പോൾ പറയുന്ന പോലെ വായിക്കുക, റിവൈസ് ചെയ്യുക, റീകളക്ട് ചെയ്യുക, റൈറ്റ് ചെയ്യുക. ഒന്ന് തൊട്ട് മുന്നത്തെ സജസ്റ്റർ ആൻസറും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തേക്ക്. RTP MTPയും കൂടെ ഒന്ന് നിങ്ങളെ പഠനത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഈ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് നന്നായിട്ട് നോക്കുക. അതാണ് ഓഡിറ്റിന് ഇപ്രാവശ്യം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാനുള്ളത്. ബാക്കി എക്സാം അടിപൊളിയായിട്ട് ചെയ്ത് ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ സൈഡ്. ഓക്കെ.